കതിരൂർ ടി കെ ദിലീപ് കുമാർ എഴുതിയ പെണ്ണുകൊള്ളാം പക്ഷേ എന്ന തിരക്കഥാ പുസ്തകം കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് ഡോക്ടർ കെ കെ രാമചന്ദ്രൻ പ്രകാശനം ചെയ്തു. ശ്രീത്ത് ചോയൻ ഏറ്റുവാങ്ങി. ചൂരായി ചന്ദ്രൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. വി കുഞ്ഞനന്ദൻ, എം രാജീവൻ മാസ്റ്റർ, കെ കെ നാരായണൻ മാസ്റ്റർ, പൊന്നം കൃഷ്ണൻ, വി കെ സുധി മാസ്റ്റർ, ഒ പി ശൈല ടീച്ചർ, സേതു മാധവൻ കോയിത്തട്ട, അബ്ദുൽ ഖലീൽ കെ പി തുടങ്ങിയവർ സംസാരിച്ചു. ഒട്ടനവധി പുസ്തകങ്ങൾ, ഗ്രന്ഥങ്ങൾ, കവിതകൾ ഒക്കെ പ്രകാശനം നിർവഹിക്കപ്പെട്ടത് തലശ്ശേരി വെച്ചാണ്. മഹാനായ ഗുണ്ടർക്ക് നിരവധി വർഷങ്ങൾ താമസിക്കുകയും നിരവധി ഗ്രന്ഥങ്ങളിലൂടെ നമുക്കൊക്കെ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് അറിവ് നൽകുകയും ചെയ്ത വ്യക്തിയാണ് ഡോക്ടർ ഹെർമൻ ഗുണ്ടർക്കിനെ പോലെ ആളുകൾ. അതുപോലെ തന്നെ ഒ ചന്തുമേനോൻ്റെയും അതുപോലെ സഞ്ജയൻ്റെയൊക്കെ വീട്ടിലുമാണ് നമ്മുടെ തലശ്ശേരി. അങ്ങനെയുള്ള ഈ തലശ്ശേരി കഴിഞ്ഞ ഒരു 10-20 വർഷത്തിലധികമായി മുദ്രപത്രം മാസിക നിരവധി സാഹിത്യകാരന്മാരുടെ വളർന്നു വരുന്ന സാഹിത്യകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി 16ഓളം ഗ്രന്ഥങ്ങൾ, പുസ്തകങ്ങൾ ഇവിടെ പ്രകാശിതമായിട്ടുണ്ട്. ഒക്കെ NGO വകുപ്പ് തലശ്ശേരിക്കാരനായതുകൊണ്ട് ഈ മറൈൻ മേഖലയിലെ ഡോക്ടറേറ്റ് നേടിയ ആദ്യത്തെ സയൻറ്റിസ്റ്റാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അത് വലുതായിരുന്ന കാലത്ത് അതിൻ്റെ വൈസ് ചാൻസലറായി. പിന്നെ അദ്ദേഹത്തിന് ശേഷം ഈ മറൈൻ മേഖലയിൽ അതിലൊക്കെ ചെറിയ രീതിയിൽ അദ്ദേഹം ഫൈൽ ചെയ്തിട്ട് പ്രത്യേകത. അപ്പോൾ അടുത്ത കാലത്ത് എനിക്ക് പുസ്തകം പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ പുതിയ പുസ്തകത്തിൻ്റെ പ്രകാശനം ഡോക്ടർ കെ കെ രാമചന്ദ്രൻ നിർവഹിക്കുന്നത് ഒരു വലിയ ചരിത്ര ദൗത്യമാണ്. ഈ ചടങ്ങിൽ ആ കാര്യമാണ് പരമപ്രധാനം. ആ പുസ്തകം നിർവഹിക്കുന്നതിന് വേണ്ടി ഡോക്ടർ കെ കെ രാമചന്ദ്രനെ ക്ഷണിക്കുന്നു. പുസ്തകം ഏറ്റുവാങ്ങുന്നത് ചോയനാണ്. ചോയനയും ക്ഷണിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. മുമ്പ് ലണ്ടൻ കോളേജിൽ ഒരു ശാസ്ത്ര കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വന്ന പരിചയമാണ് തലശ്ശേരിയെക്കുറിച്ച് ആകെയുള്ള എൻ്റെ ഓർമ്മ. ഞാൻ കാസർഗോഡുകാരനാണെങ്കിലും ഞാൻ വർക്ക് ചെയ്തതൊക്കെ തിരുവനന്തപുരത്തായതുകൊണ്ട് 38 വർഷം ഞാൻ തിരുവനന്തപുരത്ത് ആയിരുന്നു. എനിക്ക് തലശ്ശേരിയെക്കുറിച്ച് അറിയാമെന്ന് വെച്ചാൽ ഞങ്ങൾ എറണാകുളത്ത് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലാണ് ഞാൻ എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ PhD. ആ സമയത്ത് ജോസ് ജംഗ്ഷനിലുള്ള പ്രസിദ്ധമായിട്ടുള്ള ഹോട്ടൽ അത് തലശ്ശേരിക്കാരനാണ്. നമ്മൾ അന്ന് അവിഭക്ത കണ്ണൂരിൽ തലശ്ശേരി അതിൻ്റെ ഭാഗമാണ്. ഞങ്ങൾ കാസർഗോഡുകാരാണെങ്കിലും അവിഭക്ത 1984 കാസർഗോഡ് ജില്ല തുടങ്ങിയത്. അപ്പോൾ അതിന് മുമ്പ് ആണ് ഞാൻ 80-82 കാലഘട്ടത്തിലാണ് എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ. അങ്ങനെ തലശ്ശേരിക്കാരെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ നമ്മുടെ ബേക്കറിയും രുചിയും ഹോട്ടലും അതോടൊപ്പം ഗുണ്ടർക്കും എഴുത്തും പ്രസിദ്ധരായിട്ടുള്ള ഒരുപാട് അധ്യാപകരും ഒക്കെ ഉണ്ടായിട്ടുള്ള സ്ഥലം. എൻ്റെ ഫാദറിനോട് ചേച്ചിയുടെ മകൻ ഇവിടുത്തെ ഒരു പഴയ പ്രസിദ്ധനായിട്ടുള്ള ഒരു ഐ സ്പെഷ്യലിസ്റ്റായിരുന്നു.
വേണുഗോപാൽ തിരുവങ്ങാട്ടിലെ അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം എൻ്റെ ഫാദറിനോട് ചേച്ചിയുടെ മകൻ പലപ്പോഴും അവിടെ വന്നിട്ട് ഒരു പരിചയം. ഈവൻ രാജീവ് മാഷോട് ഞാനിന്ന് വഴി ചോദിച്ചിട്ടാണ് ഇവിടെ ജിയോഗ്രഫി എനിക്ക് തലശ്ശേരിയെക്കുറിച്ച് അറിയുന്നത്. അദ്ദേഹത്തെ കൂടുതൽ കരുത്തോടെ എഴുത്തുകാരനായി മുന്നേറാനുള്ള മോട്ടിവേഷൻ നൽകാനുള്ള പ്രചോദനം നൽകാനുള്ള ഒരു വേദിയാണ്. അപ്പോൾ അതിൽ ഞാൻ നമ്മുടെ കഥകൾ ഇങ്ങനെ പറയുന്നതിൽ അർത്ഥം ഞാനൊരു ശാസ്ത്രജ്ഞനാണ് ബേസിക്കലി. അപ്പോൾ ഞാനൊരു പുസ്തക പ്രകാശനത്തിന് ഇത്തരത്തിലുള്ള പുസ്തക പ്രകാശനത്തിന് യോഗ്യനാണോ എന്ന് എനിക്കറിയില്ല. വലിയ പ്രാസംഗികനുമല്ല, ശാസ്ത്ര പ്രസംഗികൻ. അപ്പം സ്വാഭാവികമായിട്ടും രാജീവ് മാഷ് പറഞ്ഞപ്പോൾ എനിക്ക് അത് നോ എന്ന് പറയാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുണ്ടായി. അന്ന് എനിക്കത് തിരക്കുണ്ടായിരുന്നില്ല. കാരണം ഞാൻ 30-ാം തീയതിയാണ് എന്നുള്ളത് ഓർമ്മിച്ചു പോകാൻ. കാരണം വേദിയിൽ ഇരിക്കുന്ന ആളെക്കാളും വലിയ ആൾക്കാരാണ് ഇവിടെ സദസ്സിൽ ഇരിക്കുന്നത്. അങ്ങനെ പ്രമുഖരാണ് ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സഹകരണവും ശാസ്ത്രവും ഇവിടെ കണക്ട് ചെയ്യിപ്പിച്ചതിന്റെ ഒരു അർത്ഥം എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാനേതായാലും കുറച്ച് പുസ്തകത്തിന് ഓർഡർ ചെയ്ത് കഴിഞ്ഞു. 14-ാം തീയതി ഒരു വലിയ പരിപാടി മുരുകൻ കാട്ടാക്കട, അശോകൻ ചെരുവലി, അജിത സെറീൻ, നമ്മുടെ 24 ചാനലിലെ അവതാരിക, ഇവരെല്ലാവരും കുറച്ച് സാഹിത്യ രംഗത്തുള്ളവരെല്ലാം ഒത്തുകൂടുന്ന ഒരു പരിപാടി നമ്മൾ സംഘടിപ്പിക്കുന്നു. അവർക്ക് കൊടുക്കാൻ കുറച്ച് പുസ്തകം ഞാൻ ഇവിടുന്ന് ഓർഡർ ചെയ്ത് കഴിഞ്ഞു. പ്രത്യേകിച്ചും ഈ പുസ്തകം മറിച്ചു നോക്കുമ്പോൾ ഒരു തിരക്കഥയാണ്. തിരക്കഥ നമ്മളെ ലിറ്റററി മൂവ്മെന്റ് പരിശോധിക്കുമ്പോൾ തിരക്കഥക്ക് അതിന് വലിയ പ്രാധാന്യമൊന്നുമില്ല. കഥയാണെങ്കിൽ, കവിതയാണെങ്കിൽ, നോവലാണെങ്കിൽ, ക്രിറ്റിസിസം ആണെങ്കിൽ അതിനെല്ലാം ഓരോ ശാഖകളും കാര്യങ്ങളും കാണുന്നു. വ്യക്തമായി തിരക്കഥയുടെ ഒരു അടിസ്ഥാനത്തെ കുറിച്ച് പറയാൻ നമ്മളാരും പഠിച്ചു വെച്ചിട്ടുമില്ല. അതൊരു പ്രത്യേക മേഖലയാണ്. എന്തായാലും എനിക്ക് പറയാൻ കുറച്ച് കാര്യങ്ങളുണ്ട്. തിരക്കഥ എന്ന് പറഞ്ഞാൽ കഥക്ക് അപ്പുറത്തേക്ക് കുറച്ചുകൂടി ശ്രദ്ധിച്ച് കാതും കണ്ണും മനസ്സുമെല്ലാം അടയാളപ്പെടുത്തുന്ന അല്ലെങ്കിൽ നൽകേണ്ട ഒരു മേഖലയാണ് തിരക്കഥ എന്നുള്ളത് എന്നാണ്. കഥയെ പോലെയല്ല, കുറച്ചും കൂടി സീരിയസ് ആയി ആ ഇമാജിനേഷനിൽ നിന്ന് വിട്ട് റിയാലിറ്റിയിലേക്ക് കടക്കേണ്ട ഒരു മേഖല തന്നെയാണ് തിരക്കഥ എന്നുള്ളത്. തിരക്കഥ എന്ന് പറഞ്ഞാൽ സിനിമ, ചലച്ചിത്ര രംഗത്ത്, ടെലിവിഷൻ പരമ്പരയിൽ, ടെലിവിഷനിലെ പരിപാടികളിൽ, നാടകങ്ങളിൽ, മറ്റു പരിപാടികളിലെല്ലാം ഒരു ദൃശ്യാവിഷ്കാരം നൽകുന്ന ഒന്നാണ് തിരക്കഥ എന്നുള്ളത്. എഴുതാതെ ഒരവസ്ഥയിലായി. ഞാൻ ആദ്യമായി ഒരു കഥാമത്സരത്തിൽ 10ാം ക്ലാസ്സിൽ പങ്കെടുക്കുകയാണ്, യുവജനോത്സവം. അപ്പോൾ ആകെ 4 പേര് പങ്കെടുത്ത മത്സരത്തിൽ ഒരു പെൺകുട്ടിക്കാണ് സമ്മാനം കിട്ടിയത്. അപ്പൊ സ്റ്റേജിൽ വെച്ചിട്ട് അധ്യാപകൻ ആ കഥ വായിക്കുകയുണ്ടായി. ആ കഥ വായിച്ചപ്പോൾ എൻ്റെ കഥ ഒന്നുമില്ല, എനിക്ക് പണി മറ്റേതല്ല എന്ന് തീരുമാനിച്ച ആളാണ്. പക്ഷെ ഉള്ളിൽ വന്നിങ്ങനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എഴുതാതിരിക്കാൻ പറ്റില്ല. അപ്പൊ അത്രയും മോശം കഥയാണ്. 1ാം സമ്മാനം കിട്ടിയ സ്മിത രശ്മി PV എന്ന പെൺകുട്ടി അതിമനോഹരമായ രീതിയിൽ അവതരിപ്പിച്ചു. അവരുടെ ആ കഥക്ക് മുമ്പിൽ എൻ്റേത് ഒന്നുമല്ലാത്തൊരു സാധനമായി. എങ്കിലും കോളേജിൽ പഠിക്കുമ്പോൾ പലപ്പോഴും കഥാമത്സരങ്ങളിലും കവിതയിലും ഒക്കെ മത്സരിച്ചുകൊണ്ടേയിരിക്കും. കവിതാരചനയ്ക്ക് കോളേജിൽ നിന്ന് 1-2 പ്രാവശ്യം സമ്മാനം കിട്ടിയിട്ടുണ്ട്. പിന്നീട് പലതും എഴുതി മനോരമക്കും മംഗളത്തിനൊക്കെ ആയപ്പോൾ
പക്ഷെ എന്നോട് വളരെ താല്പര്യമുള്ളത് കൊണ്ട് തന്നെ മനോരമയിലും മംഗളത്തിലുമൊക്കെയുള്ള ജീവനക്കാർ പെട്ടെന്ന് തന്നെ അത് പൊട്ടിച്ച് ഞാൻ കവർ തിരിച്ചയക്കാനുള്ള കവർ അടക്കം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ തന്നെ മാനത്തോട്ടെടുത്ത പന്ത് പോലെ ഇങ്ങോട്ട് അത്രമാത്രം വായിച്ചു നോക്കുകയൊന്നുമില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. പുതിയൊരു എഴുത്തുകാരനെ സംബന്ധിച്ചുള്ള ആരും അംഗീകരിക്കും. തിരിച്ചയക്കാനുള്ള കവർ കിട്ടിയെങ്കിൽ വേഗം പൊടിച്ച് അതിങ്ങോട്ട് തിരിച്ചയക്കും. സ്വന്തം അനുഭവമാണ് പറയുന്നത്. അത് പിന്നീട് മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു വലിയ മുതിർന്ന മാധ്യമ പ്രവർത്തകന്റെ അനുഭവക്കുറിപ്പുകളിലൂടെ ഈ കാര്യങ്ങളെല്ലാം നേരിട്ട് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ഇവിടെ എന്നെപ്പറ്റി പറഞ്ഞ ആളുകളെല്ലാം കുറെ സ്തുതിവാക്കുകൾ എന്നെക്കാൾ ഒരുപാട് ഉയരങ്ങളിലുള്ള ആളുകൾ സ്റ്റേജിൽ പ്രസംഗിച്ച സ്തുതിഭാഷയിൽ എല്ലാവരെയും ഓടിത്തോൽപ്പിക്കുന്ന ഒരാളാണ്. ശൈല ടീച്ചറാണെങ്കിൽ പാടി തോൽപ്പിക്കും. അപ്പൊ അങ്ങനെ എല്ലാം പ്രമുഖരാണ് വേദിയിലും സ്ഥലത്തിലും എല്ലാം ഉണ്ട്. ഇവിടെ ഇരിക്കുന്ന ഒരാൾ ഇന്റർനാഷണൽ കോച്ചാണ് കരാട്ടയുള്ളത്. ഇവിടെ നോവലിസ്റ്റുകളുണ്ട്. വലിയ ചിത്രകാരിയായ യാമിനി PK സുജൻ. ആ യാമിനിയാണ് എൻ്റെ ഒരു കഥക്ക് മുഖചിത്രം വരച്ചത്. ആദ്യമായി മുഖചിത്രം വരച്ച ആ കഥക്കാണ്. ഇന്നിപ്പം വളരെ പ്രശസ്തയായ MN കാര്യശൈലിയുടേതടക്കം മമ്മൂട്ടിയുടെ ചിത്രത്തിലടക്കമുള്ള പോസ്റ്റർ അടക്കം തയ്യാറാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതൊക്കെ ഏറെ സന്തോഷമുള്ളവരാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് ഒരുപാട് ആളുടെ സഹകരണം കൊണ്ടാണ് ഞാനിവിടെ ഇന്നെത്തിയിരിക്കുന്നത്. ഇപ്പം ഈ പ്രകാശന കർമ്മം നിർവഹിച്ച ഡോക്ടർ രാമേന്ദ്രൻ പറയുണ്ടായി, ഈ ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ അതേപോലെ കുമാരൻ മാഷ് ഇവിടെ ഉണ്ട്, പോയെന്നറിയില്ല. അദ്ദേഹത്തിൻ്റെ അനുജൻ റിട്ടയർഡ് DD രാജമാഷ ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞു, അന്ന് നമ്മളൊരു മീറ്റിംഗ് തീരുമാനിച്ചിട്ടുണ്ട്, അതേ സമയത്ത് തന്നെ എന്താ ചെയ്യാം. ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ കുമാരൻ മാഷ വിളിച്ചു. കുമാരൻ മാഷ പറഞ്ഞു, നമ്മൾ മുൻകൂട്ടി തീരുമാനിച്ച കാര്യമാണ്, എന്താ ചെയ്യുക, വരാൻ പറ്റില്ല, പുസ്തകം എനക്ക് കൂടെ എല്ലാ ആശംസയും നേരുന്നു. ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ എന്നെ വിളിച്ച് കാണാൻ പറയുന്നത്, ദിലീപ് ഞാൻ ആ പരിപാടി മാറ്റി വെച്ചിട്ടുണ്ട്, ഒരു 2 മണിക്കൂർ ലേറ്റ് ആക്കുന്നതാണ്. എങ്ങനെയാണ് ഞാൻ ആ പരിപാടിക്ക് വരുന്ന പറഞ്ഞ് ഇന്ന് ഇവിടെ ഇല്ല. അതേപോലെ തന്നെ ശ്രീതിയോയെ ദിലീപ് കുമാറിനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. അദ്ദേഹം കൈവെത്താത്ത സാഹിത്യ മേഖലകളില്ല. ചെറുകഥാകൃത്താണ്, നോവലിസ്റ്റാണ്, നിരവധി ടെലിഫിലിമുകളിൽ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ വ്യത്യസ്ത മേഖല ഒരു വ്യക്തി കൂടിയാണ് TK ദിലീപ് കുമാർ. അദ്ദേഹത്തിൻ്റെ ഭാവിയിൽ ഒരു അഗ്രഹമാണ്, നല്ല മൂല്യമുള്ള ഒരു കൃതിയായിട്ടാണ് അതിൻ്റെ ആമുഖം അതുപോലെ അവതാരികമൊക്കെ വായിച്ചപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. പരിപാടി സംബന്ധിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള 1-2 വാക്കുകൾ ഉപയോഗിക്കണം ആയിട്ടുള്ള P ജനാർദ്ദൻ നായരുടെ അധ്യക്ഷ ഔദ്യോഗികമായി അദ്ദേഹം ട്രേഡ് യൂണിയൻ മേഖല അതുമായി ബന്ധപ്പെട്ട് ഒരു വളരെ പ്രധാനമായി പോകേണ്ടതുകൊണ്ട് അദ്ദേഹം ഇവിടെ വരാൻ പറ്റില്ല എന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് എല്ലാവരും അറിയാം. അദ്ദേഹമാണ് ഈ പത്രം വർഷങ്ങളായി അദ്ദേഹം തന്നെ ഒരുപാട് 1-2 ഇവിടെ പ്രകാശനം ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഈ മുദ്രോത്രം മാസിക കുട്ടികൾക്കും അതുപോലെ വളർന്നു വരുവാൻ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു മാസികയാണ്. കക്ഷി രാഷ്ട്രീയ അതീതമായി പ്രവർത്തിക്കുന്ന ഒരു മാസികയാണ്. തലശ്ശേരിയിൽ നിന്നും TK ദിലീപ് കുമാറിനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. അദ്ദേഹം കൈവെത്താത്ത സാഹിത്യ മേഖലകളില്ല. ചെറുകഥാകൃത്താണ്, നോവലിസ്റ്റാണ്, നിരവധി ടെലിഫിലിമുകളിൽ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ വ്യത്യസ്ത മേഖല ഒരു വ്യക്തി കൂടിയാണ് TK ദിലീപ് കുമാർ. അദ്ദേഹത്തിൻ്റെ ഭാവിയിൽ ഒരു അഗ്രഹമാണ്, നല്ല മൂല്യമുള്ള ഒരു കൃതിയായിട്ടാണ് അതിൻ്റെ ആമുഖം അതുപോലെ അവതാരികമൊക്കെ വായിച്ചപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. പരിപാടി സംബന്ധിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള 1-2 വാക്കുകൾ ഉപയോഗിക്കണം ആയിട്ടുള്ള P ജനാർദ്ദൻ നായരുടെ അധ്യക്ഷ ഔദ്യോഗികമായി അദ്ദേഹം ട്രേഡ് യൂണിയൻ മേഖല അതുമായി ബന്ധപ്പെട്ട് ഒരു വളരെ പ്രധാനമായി പോകേണ്ടതുകൊണ്ട് അദ്ദേഹം ഇവിടെ വരാൻ പറ്റില്ല എന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് എല്ലാവരും അറിയാം. അദ്ദേഹമാണ് ഈ പത്രം വർഷങ്ങളായി അദ്ദേഹം തന്നെ ഒരുപാട് 1-2 ഇവിടെ പ്രകാശനം ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഈ മുദ്രോത്രം മാസിക കുട്ടികൾക്കും അതുപോലെ വളർന്നു വരുവാൻ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു മാസികയാണ്. കക്ഷി രാഷ്ട്രീയ അതീതമായി പ്രവർത്തിക്കുന്ന ഒരു മാസികയാണ്. തലശ്ശേരിയിൽ നിന്നും